ആലപ്പുഴയിൽ പ്രസവ നിർത്തൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ യുവതി മരിച്ചു. പഴയവീട് സ്വദേശി ശരത്തിന്റെ ഭാര്യ ആശയാണ് മരിച്ചത്. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ ശസ്ത്രക്രിയയ്ക്കിടെ ഉണ്ടായ പിഴവാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ആലപ്പുഴ കണിയാങ്കുളം ജംഗ്ഷനിലെ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറിൽ ഫാർമസിസ്റ്റായ ആശയെ വെള്ളിയാഴ്ച രാവിലെയാണ് ശസ്ത്രക്രിയയ്ക്കായി കടപ്പുറം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രാവിലെ തന്നെ ശസ്ത്രക്രിയ തുടങ്ങി. പെട്ടെന്നാണ് രോഗി അസ്വസ്ഥത കാണിച്ചത്. ആശുപത്രിയിലെ തന്നെ ഡോക്ടർമാരുടെ സംഘം ചികിത്സ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. ഹൃദയാഘാതമുണ്ടായതായാണ് ഡോക്ടർമാർ പറഞ്ഞത്. ബന്ധുക്കൾ പ്രതിഷേധിച്ചതോടെയാണ് 45 മിനിറ്റിന് ശേഷം ആശയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇവിടെ ചികിത്സയിലിരിക്കെയാണ് മരണം. ഞാൻ എന്താണ് സംഭവിച്ചതെന്ന് പറയുമ്പോൾ ഒരു കുഴപ്പവും ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. അവിടെ ഇരുന്ന് ഒരു കുഴപ്പമില്ലെന്ന്. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറി ചെല്ലുമ്പോഴാണ് കുഞ്ഞിൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്നത്. അവർ ഓക്സിജൻ മാസ്ക് വെച്ച് ഇങ്ങനെ നെഞ്ചിനിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ബഹളം ഉണ്ടാക്കിക്കൊണ്ടാണ് പെട്ടെന്ന് ഒരു ആംബുലൻസ് വിളിച്ചത്. അതുവരെ അവരതിനകത്തിട്ട് ഒന്നും പറയാതെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ലാപ്രോസ്കോപ്പിക് സർജറിക്ക് സാധാരണ സങ്കീർണതകളൊന്നും ഉണ്ടാകാറില്ല. വനിതാ ശിശു ആശുപത്രി അധികൃതരുടെ വീഴ്ചയാണ് സംഭവത്തിന് പിന്നിലെന്നും അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് പരാതി നൽകുമെന്നും ബന്ധുക്കൾ പറയുന്നു. അന്നേരം മരിക്കുമെന്നാ പറഞ്ഞു. അന്നേരം മരിക്കുമെന്നാ പറഞ്ഞു. അറിയാവോ? അങ്ങനെയാ പറഞ്ഞത്. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കാം, സാക്ഷിയായിട്ട് ഇങ്ങനെ ഇരിക്കാം. ഇന്നിപ്പോൾ അവിടെ കടപ്പുണ്ട് മോർച്ചറി ഞങ്ങൾക്ക് കേസുണ്ട്. ഇതിൽ ഞങ്ങൾ ശക്തിയായിട്ട് പ്രതിഷേധിക്കും. ഇവിടെ വന്നിട്ടുള്ള ഒത്തിരി കേസുകൾ ഇങ്ങനെ വന്നിട്ട് ജീവനോടുകൂടി പോയിട്ടില്ല. മരണം ഇനി ഒരു വ്യക്തിക്കും ഈ മെഡിക്കൽ കോളേജ് വന്നിട്ട് ഇങ്ങനെ മരണം സംഭവിക്കരുത്. സംഭവത്തിൽ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി വനിതാ ശിശു ആശുപത്രി സൂപ്രണ്ടിൽ നിന്ന് റിപ്പോർട്ട് തേടി. ശസ്ത്രക്രിയയ്ക്കിടെ ഹൃദയാഘാതം ഉണ്ടായതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ആശയുടെ ഭർത്താവ് ശരത്ത് വിദേശത്താണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണത്തിൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ എന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അറിയിച്ചു. 24 ആലപ്പുഴ.